ഞങ്ങൾ ഡിമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. അതും ഈ കമ്മിറ്റിക്ക് മുമ്പായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇടുക്കി എല്ലാം നടത്തി കഴിഞ്ഞു. അപ്പോൾ ആദ്യം കൊല്ലത്ത് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് നീട്ടി സമയം ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലായിടവും നടത്തിനടുത്ത് കൊല്ലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എന്തായാലും ഓണത്തിന് മുമ്പ് നടക്കത്തില്ല, ഓണം കഴിഞ്ഞ് ഒരു ഡേറ്റ് തന്നാൽ ഞാൻ ഞങ്ങളുടെ INTC ജില്ലാ പ്രസിഡന്റോട് ആലോചിച്ചിട്ട് അത് നടത്താം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 28-ാം തീയതി ഞായറാഴ്ച ഒരൊറ്റ ദിവസം 11 മണിക്ക് തുടങ്ങി 3 മണിക്ക് അവസാനിക്കുന്ന ഒരൊറ്റ ദിവസത്തെ ശില്പശാലയാണ്. അപ്പം അത് നമ്മുടെ ഇവിടെ വെച്ച് തന്നെ നടത്തിയാൽ മതിയെന്ന് സംസ്ഥാന നേതൃത്വം പറയുകയും എനിക്കും അതാണ് താല്പര്യം, ഇവിടെ വെച്ച് നടത്തുന്നതാണ് എനിക്കും താല്പര്യം. അപ്പം അതാണ് ഒന്നാമത്തെ അജണ്ട. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചർച്ച ഉണ്ടാവണം. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിലെ കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികൾ പലരും ഡ്രൈവേഴ്സ് ക്ഷേമനിധി അടയ്ക്കുന്നവരും കാണും, പക്ഷെ അടയ്ക്കാത്തവരും കാണും. ഒരുപാട് പേര് അടയ്ക്കാത്തവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ആ ഡ്രൈവർ അടയ്ക്കേണ്ട പ്രതിമാസത്തെ പിന്നെ വേതനം ഇതെന്ന് പറയുന്ന ഒരു മാസം 60 രൂപ അടച്ചാൽ മതി. 60 രൂപ. ഒരു ഗുഡ് വെഹിക്കിൾ ലോറിക്ക് അടയ്ക്കുക എന്ന് പറയുന്നത് 120 രൂപ അടച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ആനുകൂല്യം എന്തൊക്കെയാണെന്ന് നമ്മൾ ആരും ഇതേവരേക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആനുകൂല്യം വലുതാണ്. അതിനൊരു ഉദാഹരണമാണ് ഈ മോട്ടോർ ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഇരിപ്പുണ്ട്. ജഹാൻഗീർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് 3 മാസം മുമ്പ് പെട്ടെന്ന് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അറ്റാക്ക് വന്നു. അദ്ദേഹത്തിന് ബെൻസീഡി കൊണ്ടുപോയപ്പോൾ അവിടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ മെഡിസിറ്റി കൊണ്ടുപോയപ്പം എമർജൻസി ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ആട്ടോ ഓടി ഉപജീവിത മാർഗം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് 4 ലക്ഷം രൂപ ചിലവാകും എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തല്ലേ പറ്റും. അങ്ങനെ അന്നേരം തന്നെ ഞാൻ ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ടു. പുള്ളി എനിക്ക് പാസ്ബുക്ക് ഇട്ട് തന്നു. ആ പാസ്ബുക്കുമായിട്ട് ഞാൻ നേരെ ജില്ലാ ഓഫീസറെ കണ്ടപ്പോഴത്തേക്ക് വലിയ സംഭവമാണ്. പുള്ളി 2.5 വർഷമായിട്ട് മുടക്കുക, ക്ഷേമനിധി അടച്ചിട്ടില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുടങ്ങി കിടക്കുക, ഒരു കാരണവശാലും ഇത് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ആൾ ആശുപത്രിയിലാണ്. ഡാറ്റ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. നിസ്സാര 1515 രൂപ അടച്ചാൽ മതി ആ 2.5 വർഷത്തേക്ക്. ആ 1515 രൂപയും അടച്ച് പുള്ളിയുടെ പാസ്ബുക്കും കൊടുത്തു. ആശുപത്രിയുടെ ബില്ല് എല്ലാം ക്ലെയിം ചെയ്തു. 1,00,000 സംതിങ് രൂപ പാസ്സായിരിക്കുകയാണ്. മിക്കവാറും ഓണത്തിന് മുമ്പ് തന്നെ പൈസ അദ്ദേഹത്തിന് കിട്ടും. ഇന്നലെ മോട്ടോർ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു മിക്കവാറും ഓണത്തിന് മുമ്പ് തന്നെ പൈസ കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അതിന് വരെ അടുത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ INTC ജില്ലാ പ്രസിഡന്റ് അനുവാദത്തോടുകൂടി ഞങ്ങൾ ഈ മോട്ടോർ ഫെഡറേഷൻ്റെ ഭാരവാഹികളെന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ തുക ഞങ്ങളെല്ലാവരും കൂടെ ഒരിടന്ന് പിരിക്കാനൊന്നും പോയില്ല, ഞങ്ങളെല്ലാവരും കൂടെ എടുത്തു കൂട്ടി അദ്ദേഹത്തിൻ്റെ ഓച്ചിറയിലുള്ള അദ്ദേഹത്തിൻ്റെ മകളെ വീട്ടിൽ ഞാനും സംസ്ഥാന സെക്രട്ടറി B. ശങ്കരനാരായണപിള്ളയും ജില്ലാ സെക്രട്ടറി ആയിത്തിൽ ശ്രീകുമാറുമായിട്ട് അവിടെ ചെന്നു. കുമളിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഏറ്റവും അധികം പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെല്ലാവരും പലതരത്തിലല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേപോലെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാനും ക്യാമ്പിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോട്ടോർ ഫെഡറേഷൻ്റെയും ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം ചെറിയ വാക്കുകൾ കൂടിയാണെങ്കിലും അദ്ദേഹം സൂചിപ്പിച്ചതും ആ ആനുകൂല്യം കിട്ടിയതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായും മോട്ടോർ തൊഴിലാളി ഫെഡറേഷനെ സംബന്ധിച്ചും ശക്തമായ അടിത്തറയുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഫെഡറേഷനാണ്. അതുകൊണ്ടാണ് ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 300 കോടി രൂപയാണ് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് വായ്പയായി കൊടുത്തിട്ടുള്ളത്. ഞാനത് മനസ്സിലാക്കാൻ കഴിയും. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 100 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു വർഷക്കാലം ഞാൻ വളരെ ശ്രമപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അത് മാറ്റിവെച്ച് കൊണ്ടുപോയെങ്കിലും
അവസാനം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളെ ആ ബോർഡിൽ നിന്ന് മാറ്റി പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം അവസാനം 100 കോടി രൂപ അതിൽ നിന്ന് എടുത്തു. അപ്പോൾ ആ ബോർഡിലും നമ്മുടെ ഈ മൊഴത്തൊഴിലാളി ഫെഡറേഷൻ അല്ലെങ്കിൽ മൊഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഇതിലും മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് 300 കോടി രൂപ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ക്ഷേമനിധി ബോർഡാണ് നിങ്ങളുടെ. അതിന് പ്രത്യേകിച്ച് ഒരുപാട് കാരണങ്ങളുണ്ട്. ക്ഷേമനിധി ബോർഡിൽ നിങ്ങളുടെ ഈ മൊഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഭദ്രതയ്ക്ക് ഒരു പ്രധാന കാരണം സ്വാഭാവികമായും സർക്കാരിൻ്റെതായ വിഹിതങ്ങൾ മാത്രമല്ല വരുന്നത്. എല്ലാ മോട്ടോർ സ്ഥാപനങ്ങളും എല്ലാ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വിഹിതം അടയ്ക്കേണ്ടതുണ്ട്. വിഹിതം അടയ്ക്കാതെ രജിസ്ട്രേഷൻ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വിഹിതം അടച്ച് നല്ലൊരു തുക തന്നെ അക്കാര്യത്തിൽ എല്ലാ മാസവും എല്ലാ ദിവസവും എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം ക്ഷേമനിധി ബോർഡിലേക്ക് വലിയ തുക എത്തിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ ഭദ്രമായ ഒരു ബോർഡാണ് ഇതുള്ളത്, ക്ഷേമനിധി ബോർഡ്. ആ ക്ഷേമനിധി ബോർഡിൽ നിന്ന് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആകെപ്പാട് ശരിക്കും പറഞ്ഞാൽ ഭദ്രത എന്ന് പറയുന്ന വാക്കുകൾക്ക് പോലും സംശയം ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിലൊക്കെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരനാകണമെന്നുള്ളത് വലിയൊരാഗ്രഹമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ജോലി കിട്ടി അത് കഴിഞ്ഞ് അവൻ്റെ കുടുംബം ഭദ്രതയായി സാമ്പത്തിക രംഗത്ത് ഭദ്രതയോടെ കുടുംബമായി മാറാൻ കഴിയണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ 1-ാം തീയതി വരുന്ന ശമ്പളം കൃത്യമായി കിട്ടുമോ എന്നുള്ളതിനെ പോലും സംശയിക്കത്തിലേക്ക് വിധത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിലവിലൊക്കെ KSRTCയിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന ശ്രീ തുളസിയൊക്കെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയവും KSRTCയിൽ ജീവനക്കാരനായി ജീവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ടില്ല. 2-3 മാസക്കാലത്തെ പെൻഷൻ ഇന്നും കുടിശ്ശികയായി നിൽക്കുന്നു. ജീവനക്കാരന് 1-ാം തീയതി പോയിട്ട് 15-ാം തീയതി പോലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. KSRTC ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ KSRTCയുടെ അവസ്ഥ